മലേഷ്യ. കരടിയാണെന്ന് കരുതി അടിച്ചതാ. ഇത് മഴപ്പൂർവ്വ എന്റെ ഏതോ നാടകം കണ്ട് എന്നോട് പ്രതികാരം തീർക്കാൻ വന്നല്ലേ നിങ്ങൾ? നാടകക്കാരനെ അഭിനയിക്കുക അല്ല, മേക്കപ്പ് മാൻ, വിശ്വപ്രസിദ്ധനായ മേക്കപ്പ് മാൻ സുന്ദരൻ ആർപ്പൂക്കര. നിങ്ങളോ? ഞങ്ങൾ നാളെ രാവിലെ പ്രസിദ്ധരാകും. കരടി ചാടിപ്പോയ കുറ്റത്തിന് കുറ്റവാളികളാണല്ലേ? അകത്തേരിക്കാം. കുറ്റവാളികൾക്കൊക്കെ ഇപ്പൊ എന്താ സ്വീകരണം? കാരണമാര് പറഞ്ഞു കേട്ടില്ലേ? കട്ടവന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുകയാണ്. അതാ എത്രക്ക് സ്വീകരണം. അകത്തേരിക്കാം. കരടിയെ നോക്കി നോക്കി കണ്ണുതേ ഈ പരുവത്തിലായി. ഇനി ആ കരടി എവിടെ പോയി തിരക്കും ഈശ്വര? കൊറോ നേരായല്ലോ നിങ്ങൾ ഈ കരടി കരടി. ആരാ കരടി? ഞാനാ. കരടി കരടി തന്നെ, നിങ്ങൾ തന്നെ. ഞങ്ങൾക്ക് ജോലി കാഴ്ച ബംഗ്ലാവിലാ. ഇന്ന് രാവിലെ ഞങ്ങളുടെ നോട്ടപ്പശു കൊണ്ട് ഒരു കരടി കൂട്ടിന്ന് നാട്ടിലേക്ക് ഇറങ്ങി ഹാപ്പി ആയിട്ട് പോയി. നാളെ ഇൻസ്പെക്ഷൻ ഡോക്ടർ വന്ന് എല്ലാ മൃഗങ്ങളെയും ചെക്ക് ചെയ്യും. ഈ കരടിയെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടാളിൽ പെടലി പോവും ചേട്ടാ. ഞങ്ങൾ രണ്ടും ജെപിയോ? ജമ്മം പാഴ് ജെപി. ഓഹോ, നാളെ ഡോക്ടർ വരുമ്പോ കരടിയെ കൂട്ടി കാണണം, അത്രയല്ലേ ഉള്ളൂ? അതെ അതെ. പക്ഷെ കരടി എവിടുന്ന് കിട്ടും? വഴിയുണ്ട്. ഒരുപാട് നാടകങ്ങളിൽ പല പല മൃഗങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ള ഈ മേക്കപ്പ് മാൻ സുന്ദരൻ ആർപ്പൂക്കരയ്ക്ക് ഒരു കരടിയെ ഉണ്ടാക്കാൻ ഒരു പ്രശ്നവുമില്ല. ഒരു കുഞ്ഞു പോലും തിരിച്ചറിയാത്ത വിധത്തിൽ നിങ്ങളിൽ ഒരാളെ ഞാൻ കരടിയാക്കി തരാം. അങ്ങനെയാണെങ്കിൽ സുഖസേട്ടനായാ മതി. പോയ കരടി തിരിച്ചു വരുന്നവരെ മതി. മൃഗഭാഷയെ എനിക്കറിയാവൂ. മൃഗചേഷ്ടകളിൽ മിടുക്കൻ നീയാ. നീ കരടിയായ എങ്കിൽ നീ മതി. നീയാണെങ്കിൽ എനിക്ക് മേക്കപ്പ് കുറച്ച് മതി. ബട്ട് വൺ കണ്ടീഷൻ, എനിക്ക് പ്രതിഫലം വേണം. അതെ, ഒരു ബോട്ടിൽ കനാൽ പെരുകി മതിയോ? എനിക്ക് പണമായിട്ട് വേണം. എത്ര വേണ്ടത്? 5000 രൂപ. 5000 രൂപ? അതിന് കൂടുതൽ ഒരു 500 ഒരു 500 രൂപ മതി. 500 ഉലുവ. അതിൽ കുറച്ച് കരടിയെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. ശരി ചേട്ടാ, പ്ലീസ്. ശരി, സമ്മതിച്ചു. 5000 രൂപ. ഇവനെ വേഗം ഒന്ന് കരടിയാക്കിത്താ. കൂട്ടിന്ന് ആ ജന്തുവിനെ തുറന്നു വിട്ട പോലെ അത്ര ഈസി അല്ല ഒരു കരടി ഉണ്ടാക്കാൻ. സ്വല്പം പണിയുണ്ട്. ഇതെന്താണെന്നറിയോ? ഇല്ല. പശ സ്ട്രോങ്ങാ, ഫോറിനാ. ഇതാണ് ഹെയർ. മലയാളത്തിൽ പൂടാന്നും പറയും. തമിഴിൽ എന്ത് പറയും? തമിഴ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ആ കൈ കൊണ്ട് കിട്ടേ. ഈ പശ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഈ പൂട അടുപ്പിച്ചുകൊണ്ട് ഒട്ടിച്ചാൽ ഒരുത്തനും അത് പറിച്ചെടുക്കാൻ പറ്റില്ല. അയ്യോ, ഇത് പിന്നെ എങ്ങനെ ഇളക്കി മാറ്റാം? അതിനല്ലേ ഈ റിമൂവർ. ഇതൊഴിച്ച് പറിച്ചെടുത്താലേ പറഞ്ഞു പോരൂ. ഇതും ഫോറിനാ. അത് കൊള്ളാം. ജാട അടിക്കാതെ പശ വെച്ച് പൂട ഒട്ടിക്കാൻ നോക്കുതാൻ. ഇയാളൊന്ന് പുറത്തിറങ്ങുന്നേ. ഈ പണി ഞാൻ നോക്കിക്കോളാം. അല്ല, ഇങ്ങോട്ടാ, താഴത്ത് പോ. ഞാനൊന്ന് കണ്ടോട്ടെ. ഒളിഞ്ഞു കാണാം. നീ ഡ്രസ്സൊക്കെ അയച്ചൊന്ന് റെഡിയാവും.
കരടിപ്പണി കഴിഞ്ഞോ? അകത്ത് നിന്ന് നോക്ക്. പണിയണ്ടാ. അയ്യോ സുഭാഷേട്ടാ, പേടിക്കേണ്ടത് ഞാനാ. എങ്ങനെയുണ്ട് പന്റെ വേഷം? അസ്കലായിട്ടുണ്ടോ? ഇപ്പൊ നിന്നെ കണ്ട ഒറിജിനൽ കരടി തോറ്റു. ഞാനല്ലേ ചെയ്തത്. അല്ല, ബാത്ത് അറ്റാച്ച്ഡ് ആണോ? മനസ്സിലായില്ല. ഒന്നിനും രണ്ടിനുള്ള സൗകര്യങ്ങൾ ഇട്ടിട്ടുണ്ടോന്ന്? ഒന്നിനും രണ്ടിനും മൂന്നിനുള്ള എല്ലാ ഹോൾസും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ധന്യനായി. എന്തെങ്കിലും പൊക്കോട്ടെ. പിന്നെ രോമം കളയാനുള്ള റിമൂവർ തന്നാലേ ഞങ്ങൾക്ക്. എന്റെ കാശ് തന്നാ റിമൂവർ തരാം. രൂപ ഇപ്പോഴില്ല, പിന്നെ തരാന്നേ. പണിയെടുപ്പിച്ചിട്ട് കാശില്ലെന്നോ? എന്റെ ശമ്പള കുടിശ്ശിക വരുത്തിയിട്ടാ ഈ കലാകേരളം നാടക കമ്പനി തന്നെ ഞാൻ പൂട്ടിച്ചത്. കടുപിടുത്തം പിടിക്കരുതേ അറപ്പോ. പെട്ടെന്ന് ഇത്രയും കാശ് ചോദിച്ചാൽ ഇവിടെ നിന്ന് തരാൻ പറ്റും. ഒരു അവധി ഏത് തണ്ടി കൊടുക്കും? എങ്കിലൊരു കാര്യം ചെയ്യാം, ഈ റിമൂവർ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. തനി രൂപം കാണണമെന്ന് തോന്നിയാൽ 5000 രൂപ ആയിട്ട് എന്റെ അടുത്ത് വാ. ഇത് ഞാൻ ശരിയാക്കി തരാം. തൽക്കാലം ഈ പുതപ്പൊന്ന് എടുത്തോട്ടെ. എന്തിനാ? കാഴ്ച ബംഗ്ലാവ് വരെ ഇവനെ പൊതിഞ്ഞുകൊണ്ട് പോവാനാ. അല്ലല്ല, ഇവിടെ ഇനി നിന്നെ ഞാൻ എങ്ങനെ കാഴ്ച ബംഗ്ലാവിൽ എത്തിക്കും? നിങ്ങൾ എന്തായി പറയുന്നേ? കരടി ചാടിപ്പോയെന്നോ? ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ കൂട് കാലിയായി കിടക്കുന്നത്. സാറിനെ തിരക്കി ഇത്രയും ദൂരം വന്നുകൊണ്ട് അറിയിക്കാൻ താമസിച്ചത്. ഇത് മണികണ്ഠന്റെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിച്ചാണ്. ഏയ്, തന്നെ എനിക്ക് വിശ്വാസമില്ല. ഇനി ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പിച്ച പരിപാടിയാണെങ്കിലോ? ചേച്ചേ, മണികണ്ഠൻ ഞങ്ങളുടെ ശത്രുവാണെന്നുള്ള നേര. പക്ഷെ ഒരു വന്യമൃഗത്തെ തുറന്നുവിടാൻ മാത്രം ക്രൂരന്മാരല്ലേ ഞങ്ങൾ. അതെങ്ങാനും സിറ്റിയിൽ ഇറങ്ങിയാൽ പലരുടെയും തലയ്ക്ക് സാർ ഉത്തരം പറയും. എന്റെ അമ്മേ, അതുവരെ ജനങ്ങൾ ഈ തല ഇവിടെ വെച്ചേക്കില്ല. വണ്ടി എടുക്കണോ? എനിക്ക് ഉടനെ കാഴ്ച ബംഗ്ലാവിൽ എത്തണം. പെട്ടെന്നോട്ടെ. ഫിലിപ്പോസ് ഫ്രണ്ട് വാ. സാറൊന്ന് റിലാക്സ് ചെയ്തു. ഇക്കൊല്ലം വയലിക്ക് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കോമാരം തൊള്ളാണ് ഞാൻ. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കാതെടാ. ഈ പുതപ്പ് അങ്ങോട്ട് പുതച്ചോ. എങ്ങനെയാ? ഇപ്പൊ ഞാനൊരു മുസ്ലിം കുട്ടീനെ പോലില്ലേ ചേട്ടാ? അണ്ണാ ഒരു പോകാം. ഇത് പോകാം. ശരി, കുറച്ചുകൂടി തള്ളി വെക്കി കിട്ടണല്ല. മതി. ഒരു പോകം കൂടിയാണ്. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് ശിക്ഷാർഹമാണ്. വേണ്ട. അത് മനുഷ്യന്, മൃഗത്തിനില്ലല്ലോ. ഇങ്ങനെ ചേട്ടന് പേടിങ്ങനെ തട്ടിപ്പോയി. അണ്ണ നാളത്തെ പത്രത്തിൽ കാണാം. ഇവനെന്താ അമ്മയ്ക്ക് വായു ഗുളിക വാങ്ങാൻ പോവാണോ? ഇവിടെ രാജപ്പന്റെ വണ്ടിയല്ലേ? എന്തോ പ്രശ്നമുണ്ട്. കരടി ചാടിപ്പോയതിന്റെ പിന്നില് ഇവനും ആ ഫിലിപ്പോസും ആയിരിക്കും. അയ്യോ, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഉടനെ കൂട്ടി കയറാം. അതെ അതെ. അങ്ങോട്ടോ എങ്ങോട്ടോ ചേട്ടാ? ഇങ്ങോട്ടാ. കൂട്ടിലേക്ക് ഇപ്പൊ വിശ്വാസമായല്ലോ കരടി ചാടിപ്പോയെന്ന്. ആ സുവാസും മണികണ്ഠനോടെ. ഇത് മതിലല്ല, എന്റെ കാലട്ടല്ലേ. അയ്യോ, കൂടിന് മുമ്പിൽ സൂപ്രണ്ടും ഫിലിപ്പോസും. ഈ വേഷം കെട്ടിയതൊക്കെ വെറുതെ ആയി. ഇനിയൊന്നും ആലോചിക്കാനില്ല. നീ ചാടിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. കരടിയെ പിടികിട്ടി. ഓടിവായോ, ആരെങ്കിലും വന്ന് നിന്നെ കൂട്ടിലടയ്ക്കാൻ നോക്കി നിൽക്കാതെ ഇന്ന് പിടിയണോ? എനിക്ക് പേടിയാ. പിന്നെ താൻ എന്തിനാണോ ഗാർഡിന്റെ വേഷം കെട്ടിവിടെ നടക്കണത്? ഉടനെ ചെന്ന് അതിനെ പിടിച്ച് കൂട്ടിലടച്ചില്ലെങ്കിൽ തന്റെ അവിടുത്തെ ജോലി അവസാനിക്കും. എന്നാ സാറും കൂടെ വാ. വേറെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് കരടിയെ മാത്രം പിടിച്ച് പരിചയമില്ല. നോക്കി നിൽക്കാതെ എന്ന് പിടിക്കണോ? വടിയും നോക്കി വിടോ. ഫിലിപ്പോസ് വരുന്നുണ്ട്. മഹമ്മദ് നോക്കി 4 ചാമ്പ്. അയ്യോ അയ്യോ സാറേ, ഓടിക്കോ. സൂപ്രണ്ട് സാറേ, കരടി വൈകണ്ടാണ്. അയ്യോ, ഓടിക്കോ, കരടി വരുന്നേ. എല്ലാവരും ഓടിക്കോ, കരടി വരുന്നേ. പണിയും ടൈം അഡ്ജസ്റ്റ്മെന്റ് ആണ്. കൺഗ്രാജുലേഷൻസ് സുവാസു, നിങ്ങൾ എത്ര ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മൃഗങ്ങളുടെ ഭാഷ പറഞ്ഞ് വിരട്ടി കൂട്ടിനകത്ത് കയറ്റി. സമ്മതിച്ചിരിക്കുന്നു. കരടിയെ നേരിട്ട ഈ ധൈര്യം അപാരം തന്നെ. ഇത് പുറത്ത് ചാടാതെ സൂക്ഷിച്ചോണം. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തോ? ഗുഡ് നൈറ്റ്. സുവാസേട്ടാ, എന്താടാ? ഇനിയുള്ള എന്റെ ജീവിതം ഈ കൂട്ടി തന്നെ ആവോ? ഒന്നും പറയാൻ പറ്റില്ല. ഒറിജിനൽ കരടിയെ കണ്ടുകിട്ടുന്നവരെ നീ കിടക്കേണ്ടി വരും. എന്റെ ഈശ്വര, അതിപ്പോ എവിടെയാണോ ആവോ? നീ പേടിച്ചോ? പേടിയോ? പേടിയെന്ന് പറഞ്ഞ സാധനം എന്റെ ജീവിതത്തിൽ അതുപോളൂ. ഇനി ഇതുപോലെ 10 പ്രേതപടങ്ങൾ ഒന്നിച്ച് കണ്ടാലും
ഞാൻ കുലുങ്ങില്ല ഉം.